കുടകിൽ ട്രക്കിങ്ങിനിടെ കാണാതായ ശരണ്യയെ കണ്ടെത്തി 4-ാം ദിവസമാണ് വനമേഖലയിൽ നിന്നും ശരണ്യയെ കണ്ടെത്തിയത്. ആകാശ് തരത്തിൽ വിവരങ്ങളുമായി ചേരുന്നു. ആകാശ്, കഴിഞ്ഞ 4 ദിവസമായി ശരണ്യയ്ക്കായുള്ള തിരച്ചിലായിരുന്നു. ഇപ്പോ സന്തോഷ വാർത്ത, ആശ്വാസ വാർത്ത വരുന്നു. എങ്ങനെയാണ് ശരണ്യയെ കണ്ടെത്തിയത്? വിവരങ്ങൾ എങ്ങനെ? ഒരു ആശ്വാസകരമായ വാർത്തയാണ്. 4 ദിവസത്തെ തിരച്ചിലിന് ശേഷം നാദാപുരം സ്വദേശിനി ശരണ്യയെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ തടിയന്റെ മകൾ മലയുടെ താഴ്വാരത്ത് വെച്ചാണ് ഇപ്പോൾ ശരണ്യയെ കണ്ടെത്തിയിരിക്കുന്നത്. വനം വകുപ്പ് 4 സംഘമായി തിരിഞ്ഞായിരുന്നു ഇന്ന് തിരച്ചിൽ നടത്തിയത്. തിരച്ചിലിനൊടുവിൽ ഇപ്പോൾ ശരണ്യയെ കണ്ടെത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം അവിടെ നിന്ന് ശരണ്യയെ റിസോർട്ടിലേക്ക് എത്തിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഈ മാസം 2-ാം തീയതിയാണ് ശരണ്യ തനിച്ച് കുടകിലേക്ക് യാത്ര ചെയ്തത്. കുടകിലെ തടിയന്റെ മോൾ ട്രക്കിങ്ങിനായിട്ട് പോവുകയായിരുന്നു. അവിടെ വെച്ച് ഉച്ചയോടുകൂടി കൂട്ടയുണ്ടാകുന്ന സംഘത്തിനൊപ്പം വഴി തെറ്റുകയും കൂടാതെ ആ സംഘം റിസോർട്ടിൽ എത്തുകയും ശരണ്യ എത്താതിരിക്കുകയുമായിരുന്നു. ശരണ്യ വഴി തെറ്റിയ കാര്യം റിസോർട്ടിലെ ആളുകളെ വിളിച്ചു പറഞ്ഞിരുന്നു. അതിനുശേഷം പിന്നീട് ശരണ്യയെ വിളിച്ചിട്ട് കിട്ടാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ഫോൺ ബന്ധം ഉൾപ്പെടെ വിച്ഛേദിച്ചിരുന്നു. അതിനുശേഷം ഇവരെല്ലാവരും ശരണ്യയെ തിരക്കി ഇറങ്ങി. എന്നിട്ട് പോലും ശരണ്യയെ കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീട് റിസോർട്ടിന്റെ ഉടമയാണ് ഇവരുടെ ബന്ധുക്കളെ ഉൾപ്പെടെ വിവരം അറിയിച്ചത്. പിന്നാലെ ബന്ധുക്കൾ ഉൾപ്പെടെ ഇപ്പോൾ കുടകിലെ ഈ റിസോർട്ടിലുണ്ട്. കൂടാതെ തന്നെ ഈ 4 ദിവസത്തെ തിരച്ചിൽ കഴിഞ്ഞ 2 ദിവസമായി വലിയ രീതിയിൽ തന്നെ ഫോറസ്റ്റും പോലീസും ഉൾപ്പെടെയുള്ള സംഘം വലിയ രീതിയിൽ തന്നെ തെരച്ചിൽ നടത്തുന്നുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ തനിച്ച് യാത്ര ചെയ്യുന്ന ഒരാളാണ് ശരണ്യ. ശരണ്യക്ക് മുൻപും ഇതുപോലെ ട്രക്കിങ്ങിന് ഉൾപ്പെടെ പോയിട്ടുണ്ട്. എന്നാൽ ഈ 2-ാം തീയതി റിസോർട്ടിൽ എത്തിയതിനു ശേഷം കൂടെ ഉണ്ടായിരുന്ന സംഘത്തിനൊപ്പം ഈ മലയിലേക്ക് പോവുകയായിരുന്നു. പിന്നാലെ വഴി തെറ്റിയ ശരണ്യ ഈ വഴി തെറ്റിയ കാര്യം അറിയിച്ചിരുന്നു. അതിനുശേഷം ഇവരെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഏറെ പരിശ്രമിച്ചിരുന്നു. ഡ്രോൺ ഉൾപ്പെടെയുള്ള ഉപയോഗിച്ചുകൊണ്ട് ഇവർക്കുള്ള തിരച്ചിലും നടത്തി. എന്നിട്ട് പോലും കഴിഞ്ഞ ദിവസം രാത്രി വരെ ഇവരെ കണ്ടെത്താൻ സാധിച്ചില്ല. കൂടാതെ തന്നെ ഇന്നലെ രാത്രി തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. കൂടാതെ ഇന്ന് രാവിലെ തന്നെ കൃത്യമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസിനും 4 സംഘമായി തിരിഞ്ഞുകൊണ്ട് ഇവർക്കായുള്ള തിരച്ചിൽ നടത്തിയിരുന്നു. ഈ മലയുടെ താഴ്വാരത്തും കൂടാതെ ഉൾപ്രദേശങ്ങളിൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലാണ് ഇന്ന് തെരച്ചിൽ നടത്തിയത്. അതിനൊടുവിൽ ഇപ്പോൾ ആശ്വാസകരമായി ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ശരണ്യയെ കണ്ടെത്തിയിരിക്കുന്നു. ശരണ്യയെ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഇതിന്റെ ഒരു അറിയിപ്പ് അല്പസമയത്തിനകം കൂടി ലഭിക്കും. ഒരു പ്രാഥമികമായി ഇവർ അറിയിച്ചതാണ് ശരണ്യയെ കണ്ടെത്തിയിട്ടുണ്ടെന്ന്. അല്പസമയത്തിനകം ഏതായാലും പറഞ്ഞ പോലെ തന്നെ വളരെ ആശ്വാസകരമായ വാർത്തയാണ്. കാരണം കഴിഞ്ഞ 4 ദിവസമായി ശരണ്യയ്ക്കായുള്ള തിരച്ചിലായിരുന്നു, ശ്രമകരമായ നീക്കത്തിലായിരുന്നു. ദുർഘടമായ പാതകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ അന്വേഷണ സംഘം പോകുന്ന പാതയൊക്കെ, അപ്പോൾ ആ പാതയൊക്കെ നീങ്ങി ശരണ്യയെ ഒടുവിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആ കുടുംബത്തിന്റെ സങ്കടവും പ്രതികരണങ്ങളും ഒക്കെയും നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരു ആശ്വാസകരമായ വാർത്ത. ഇനിയിപ്പോൾ അറിയണം ശരണ്യയുടെ ആരോഗ്യനിലയൊക്കെ ഓക്കെ ആണോ, എവിടെ നിന്നാണ് കണ്ടെത്തിയത്, എന്താണ് പറ്റിയത്, ഈ 4 ദിവസം എങ്ങനെയായിരുന്നു ശരണ്യ അവിടെ കഴിച്ചു കൂട്ടിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി വേണം അറിയാനായിട്ട്.